Hello guys, welcome back to our channel Legal Nexus. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. Fundamental rights are basic rights guaranteed to the citizen and some to foreign nationals. These rights are not absolute rights. There may be restrictions. Borrowed from USA, it is known as Bill of Rights in US Constitution. Part 3 of the Constitution, Article 12 to 35. This part is known as the keystone of the Constitution. Part 3 is known as the Magna Carta of Indian Constitution. Magna Carta was a document executed in June 15, 1215, inclined by King John, means important document or great charter. ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ ഓരോ സിറ്റിസന്റെയും ബേസിക് റൈറ്റ്സ് ആണ്. സിറ്റിസണിന് പുറമെ ഇത് ഫോറിൻ നാഷണൽസിനും നൽകുന്നുണ്ട് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരിക്കലും അബ്സല്യൂട്ട് റൈറ്റ് അല്ല. അതിന് പുറമെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. USA നിന്നുമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബോറോ ചെയ്തിട്ടുള്ളത്. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കീ സ്റ്റോൺ ആയാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ടയായാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 to 18 ഡീൽ ചെയ്യുന്നത്. റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 to 22. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 and 24. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 to 28. Cultural and educational rights article 29 and 30. Right to constitutional remedies article 32. Article 12 definition of state. Article 12 state എന്താണെന്ന് വിശദീകരിച്ചിട്ടുള്ളത്. The state includes the union government and parliament and the state government and the legislature and all local or other authorities, panchayat, municipalities within the territory of India or under the control railway, KSRTC, LIC, SBI, KSFE of the government of India. Article 14, right to equality. State shall not deny to any person equality before the law or the equal protection. This right is available to citizens and non-citizens alike. Equality before law, British concept, means some law for everyone. For example, the king is also having same law as the subjects. No person is above law. Article 12 റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഓരോ സിറ്റിസണും നോൺ സിറ്റിസൺ ആയിക്കോട്ടെ നിയമത്തിന് മുന്നിൽ ഈക്വലി പ്രൊട്ടക്റ്റഡുമാണ്, നിയമത്തിന് മുന്നിൽ ഈക്വലായി ട്രീറ്റ് ചെയ്യുന്നും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈക്വലിറ്റി ബിഫോർ ലോ എന്നത് ബ്രിട്ടീഷ് കൺസെപ്റ്റിൽ നിന്നും എടുത്തതാണ്. ഇത് പ്രകാരം ഈവൻ ഇഫ് കിങ് ആണെങ്കിൽ പോലും നിയമത്തിന് മുന്നിൽ സമമായിരിക്കും എന്നാണ് പറയുന്നത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അമേരിക്കൻ കൺസെപ്റ്റ് ആണ്. മീൻസ് ലോ ഷാൽ പ്രൊട്ടക്ട് എവ്രി വൺ ഇൻ സെയിം വേ ഓൺലി. For example, law protects equally. Exception, President, Governor, foreign sovereign, MPs and MLAs. Article 15, rights against discrimination, prohibits discrimination of citizen on basis of caste, religion, sex, race and place of birth. This article provides for access to shops, malls, restaurants, public places, wells, grounds, etc. to all citizens alike. Article 15 clause 3. State shall make special laws for women and children. Article 15 clause 4. State shall make special laws for advancement of any socially and economically backward classes or for the scheduled caste and scheduled tribes. Article 15 clause 3 and 4. Protective discrimination. ആർട്ടിക്കിൾ 15 പ്രകാരം റൈറ്റ്സ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് പ്രകാരം ഇന്ത്യയിലെ ഏതൊരു സിറ്റിസനെയും കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, റൈസ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് ഇതിന്റെ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായി പാടില്ല. അതുപോലെ ഇത് ഓരോ സിറ്റിസണും ഏതൊരു ഷോപ്പിലായിക്കോട്ടെ, മോൾസിലായിക്കോട്ടെ, റെസ്റ്റോറന്റ്, പബ്ലിക് പ്ലേസസ്, വെൽസ്, ഗ്രൗണ്ട് എന്നീ സ്ഥലങ്ങളിൽ
പോകാനും അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നേരിടാതിരിക്കാനും സഹായിക്കുന്നു. ആർട്ടിക്കിൾ 15 ക്ലോസ് 3 പ്രകാരം വുമൻസിനും ചിൽഡ്രനും ആവശ്യമായ സ്പെഷ്യൽ ലോസ് മേക്ക് ചെയ്യാനായി സ്റ്റേറ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ 15 ക്ലോസ് 4 ആവട്ടെ, ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്കണോമിക്കലി അല്ലെങ്കിൽ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിനോ ഷെഡ്യൂൾ ട്രൈബ്സ്, ഷെഡ്യൂൾ കാസ്റ്റ് എന്നീ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കോ ആവശ്യമായ ലോസ് ക്രിയേറ്റ് ചെയ്യാനായി ആവശ്യപ്പെടുന്നു. ആർട്ടിക്കിൾ 16 Equality of opportunity in public employment. Citizens shall not be denied public employment, government job on the basis of religion, race, caste, sex, descent, place of birth, residence, or any of them. For example, PSC, UPSC, etc. Exception, there may be reservation in public employment. Article 17 Abolishment of untouchability. Caste-based discrimination is prohibited. Anyone who practices untouchability shall be punished under the Untouchability Offence Act 1955. ആർട്ടിക്കിൾ 16 പ്രകാരം ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. പബ്ലിക് എംപ്ലോയ്മെന്റിലേക്ക് ഏതൊരു സിറ്റിസണെയും അദ്ദേഹത്തിന്റെ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ഡിസെന്റ്, പ്ലേസ് ഓഫ് ബർത്ത് എന്നീ അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെന്റിൽ നിന്നും ഒഴിവാക്കാനായി പാടില്ല. ഒരു എക്സെപ്ഷൻ നോക്കുകയാണെങ്കിൽ റിസർവേഷൻ കാറ്റഗറി ഓരോ ജോലിയിലും ഏർപ്പെടുത്താവുന്നതാണ്. അതുപോലെ ആർട്ടിക്കിൾ 17 പ്രകാരം അബോളിഷ്മെന്റ് ഓഫ് അൺടച്ചബിലിറ്റി ആണ് പറയുന്നത്. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യാനാണ് അബോളിഷ്മെന്റ് ഓഫ് അൺടച്ചബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി അൺടച്ചബിലിറ്റി നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955 പ്രകാരം പനിഷ്മെന്റ് നൽകാവുന്നതാണ്. ആർട്ടിക്കിൾ 18 Abolishment of titles. State shall not confer any title to the citizens of India prefix before name is title. However, there may be military and academic titles such as lieutenant, doctor, advocates, etc. Indian citizens cannot accept foreign titles. Article 19 Freedom of speech and expression. 19 Clause 1 6 fundamental freedoms. A. Freedom of speech and expression, drama, movies, etc. Freedom to assemble without arms peacefully, protest, dharna. Article 19 Freedom of speech and expression. Article 19 Clause 1 6 fundamental freedoms ആണ് നൽകുന്നത്. Freedom of speech and expression, freedom to assemble without arms peacefully, freedom to form union, association, cooperative society, political parties, sports clubs, art clubs, etc. Freedom to move through the territory of India, freedom to settle, reside in any part of India, freedom to practice in profession, carry any trade on any occupation, trade of business, lawyer, judge, doctor, business, sales, etc. Right to property was included in Article 9 Clause 1I. It was removed by the 44th Amendment of 1978. There are restrictions to exercising these freedoms. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പിന്നീട് 44th അമെന്റ്മെന്റോട് കൂടി അതിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ആർട്ടിക്കിൾ 19 Clause 1 Clause Iയിലാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ഫ്രീഡംസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, അതിനു പുറമെ ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. ആർട്ടിക്കിൾ 19 Clause 2 ടൈറ്റിൽ ആസ് റീസണബിൾ റെസ്ട്രിക്ഷൻ. Restriction on basis of sovereignty and integrity of India, the security of the state, friendly relation with foreign state, public order, decency or morality, contempt of court, defamation and incitement to an offense. ആർട്ടിക്കിൾ 19 Clause 2 എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യു cannot say anything or anywhere. Defamation is a restriction and you may be punished. You cannot trade or sell anything such as drugs. You cannot form an association to do an illegal act like terrorist groups. Article 20 Rights of convicts. Those who are found guilty of an offence. This article deals with the protection of right of a convict. Article 20 Clause 1 No person shall
be convicted of any offense except for violation of a law in force at time of the commission of the act charged as an offense. Law shall have prospective effect and not retrospective effect. Article 20 Clause 2. No person shall be prosecuted and punished for the same offense more than once. Article 20 Clause 3. No person accused of any offense shall be compelled to be a witness against himself. Protection from self-incrimination. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്ന അറസ്റ്റഡ് പേഴ്സന്റെ റൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 20 ക്ലോസ് 1 പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ സമയത്തെ നിയമത്തിന് എതിരാണെങ്കിൽ മാത്രമേ അദ്ദേഹം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തതായി കണക്കാക്കാനായി പറ്റുകയുള്ളൂ. അതുപോലെ ആർട്ടിക്കിൾ 20 ക്ലോസ് 2 പ്രകാരം ഒരു വ്യക്തിയെ തന്നെ അദ്ദേഹം ചെയ്ത സെയിം ഒഫൻസിന് ഒന്നിൽ കൂടുതൽ തവണ അദ്ദേഹത്തിന് പനിഷ്മെന്റ് നൽകാനായിട്ട് പാടില്ല. അത് പ്രൊട്ടക്ഷൻ ഫ്രം WGO പാടിയായിട്ട് കണക്കാക്കുന്നു. ആർട്ടിക്കിൾ 20 ക്ലോസ് 3 പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എതിരായിട്ട് വിറ്റ്നസ് ആക്കാനായിട്ട് സാധിക്കുന്നതല്ല. അത് സെൽഫ് ഇൻക്രിമിനേഷനായി കണക്കാക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പാർട്ട് 1 വീഡിയോ അവസാനിക്കുകയാണ്. പാർട്ട് 2 വീഡിയോയിൽ ബാലൻസ് ഉള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് കൂടി നോക്കാം. Thank you for watching this video. If you found this video helpful, don't forget to like, share and subscribe for more legal insights.